പ്രകാശേട്ടൻ പറ, ഞാൻ എന്താ ചെയ്യണ്ട്? ഒന്നും വേണ്ട, ഒന്ന് പോയി തരുമോ? പ്രകാശേട്ടാ, എന്നോട് പറഞ്ഞതല്ലേ പണ്ടാറടങ്ങിട്ട്. ഇങ്ങനെ പാതി വഴിയിലിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു 12 വയസ്സ് മുതൽ ഇഷ്ട പറഞ്ഞ എൻ്റെ പുറകെ നടന്നത്. ആ, എനിക്ക് കത്തുകൾ എഴുതിയിരുന്നതും എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർക്ക് വന്നിരുന്നതും. ആ, പറ പ്രകാശേട്ടാ, എന്താ മറുപടി ഇല്ലേ? പോയിക്കോടുന്നു. പറ. ഇനിയിപ്പൊ എന്റെ തടിയാണോ പ്രകാശേട്ടന്റെ പ്രശ്നം? ദേ, എനിക്ക് 28 ഇനി എപ്പോഴാ നമ്മള്? ആ, സെന്റ് അടിക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ കാണിച്ച സ്നേഹത്തിന്റെ പകുതി എന്ന് കാണിച്ചിരുന്നെങ്കിലേ അത്ര ആൾക്കാരുടെ മുമ്പിൽ നാണം കഴിയായിരുന്നു. എടി, അന്ന് നീ പറഞ്ഞിട്ടല്ലോ എടിക്കഴുതേ ഞാൻ നിന്റെ റൂമിക്ക് വന്ന്. അതിന് അച്ഛനാ നേരത്തെ വരുന്നപ്പോ ഞാൻ അറിഞ്ഞോ? എന്ത്? അതിന് ആ സമയത്ത് അച്ഛൻ വരുന്നപ്പോ ഞാൻ അറിഞ്ഞോ? ആ, ഓക്കെ, നിനക്കറിയില്ല. നീ പിന്നെ അയാൾക്ക് മുമ്പിൽ എന്നെ തിന്നട്ട് കൊടുത്തിട്ട് ഓടിയതെന്തിനാ? ഞാൻ പിന്നെ എന്താ ചെയ്യാ, ഞാനങ്ങ് സ്റ്റക്കായി പോയി. നമ്മളവിടെ എന്താ ചെയ്തിരുന്നത് പ്രകാശേട്ടന് അറിയില്ലേ? എന്റെ അറിയില്ലേ. ആ വന ചേച്ചി എന്ന് ചിരിക്കായിരുന്നു. അവര് 2 ആഴ്ച മുമ്പ് കണ്ടപ്പോൾ കൂടി ചിരിച്ചു. ആക്കിയ ചിരി. അവര് മാത്രം ആ ഭാസ്കർ മാമിന്റെ അമ്മയൊക്കെ ചിരിച്ചു മറിയായിരുന്നു അന്ന്. അതൊന്നും ഈ ജമ്മത്തേക്ക് മറക്കാൻ പറ്റില്ല. ഈ എവിടുന്ന് രക്ഷപ്പെട്ടു? ഞാൻ മാത്രമായി കുറ്റക്കാരൻ. അങ്ങനെ ഞാൻ പറഞ്ഞോ? ഈ പറയണ്ട, പറയേണ്ടത് പറഞ്ഞില്ലല്ലോ. നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ? അയാൾക്ക് ആ ദേഷ്യം ഇപ്പോഴും ഉണ്ടാവും. അതൊക്കെ പ്രകാശേട്ടന്റെ തോന്നല. അച്ഛനെ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പ്രകാശേട്ടനോട് പറയാൻ. അയാളല്ലേ ഇപ്പൊ പറയും. പ്രകാശേട്ടന് ആരും വിശ്വാസമല്ല. അതാ, പ്രകാശിനെ നിനക്ക് ഇഷ്ടമായിരുന്നില്ലേ? ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ തന്നെ കല്യാണം കഴിച്ചു എന്ന് അച്ഛനാ പറഞ്ഞ്. എനിക്കൊന്നും കേക്കണ്ട. ഒരു പരിചയമില്ലാത്ത ആളെ എനിക്ക് പറ്റില്ല പ്രകാശേട്ടാ. നമ്മളാകുമ്പോ എല്ലാം അറിയില്ലേ? ആ, പ്രകാശേട്ടാ പ്ലീസ്, അങ്ങനെ പറ്റിപ്പോയി. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഗോഡ് പ്രോമിസ്. കിട്ടിയണ്ടല്ലോ. കൊഞ്ചാന്ന് കഥ മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എങ്ങടെയും ഇറങ്ങിപ്പോവും. കുറെ നേരമായി കുണുകുണു പറഞ്ഞ് കിടന്ന് സൗകര്യം കിടത്തുന്നു. സോറി പ്രകാശേട്ടാ, റിയലി സോറി. 2 വർഷമായില്ലേ, ഇതിനകത്ത് എത്ര വട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട്, സോറി പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്നിനും പ്രകാശേട്ട റിപ്ലൈ തന്നിട്ടില്ല. ഞാൻ കരുതി പിണക്കം മാറും. ഇടയ്ക്ക് അമ്മാവന് വയ്യാതെ ഹോസ്പിറ്റലായപ്പോൾ അതിൻ്റെ ടെൻഷനിലാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും വലിയ പിണക്കുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല.
ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പ്രകാശായിട്ട് പിണക്കം മാറുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. നാളെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയേക്കണേ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാറില്ല. ശരി, എന്നാ ഗുഡ് നൈറ്റ്.